ലോകത്തിന് എന്ത് പിഴച്ചു? ഇസ്ലാം ചികിത്സയെ പ്രോത്സാഹിപ്പിക്കുന്ന മതമാണ്. രോഗമുണ്ടായാൽ നിങ്ങൾ ഇങ്ങനെ വെറുതെ ഇരിക്കണം എന്നല്ല പറഞ്ഞത്. തവക്കുൽ ചെയ്ത്, ദൈവത്തിൽ തവക്കുൽ ചെയ്ത്, അള്ളാഹുവിൽ തവക്കുൽ ചെയ്ത്, ഒരു ഹോസ്പിറ്റലിലും പോകാതെ, ഒരു മരുന്നും കഴിക്കാതെ നിങ്ങൾ ഇങ്ങനെ വീട്ടിൽ കുത്തിയിരിക്കണമെന്ന് അള്ളാഹുവിന്റെ ദീൻ പഠിപ്പിച്ചിട്ടുണ്ടോ? ഇല്ല. ലോകത്തിന്റെ പ്രവാചകൻ തികച്ചും പ്രായോഗികമായ നിയമങ്ങളാണ് പഠിപ്പിച്ചത്. മഹാനായ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അള്ളാഹുവിന്റെ അടിമകളെ, നിങ്ങൾ രോഗം വന്നാൽ ചികിത്സിക്കുവിൻ. എന്നിട്ട് അവിടെ പറയാണ്, അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു രോഗത്തിനും മരുന്ന് നിശ്ചയിക്കാതെ ഇരുന്നിട്ടില്ല. എല്ലാ രോഗങ്ങൾക്കുമുള്ള മരുന്ന്, ഔഷധം അള്ളാഹു ഇറക്കിയിട്ടുണ്ട്. ചിലതൊക്കെ കണ്ടുപിടിച്ചു, മറ്റു ചിലതൊക്കെ കണ്ടുപിടിക്കാനിരിക്കുന്നതേ ഉള്ളൂ. ചിലതൊക്കെ അറിയാത്തത് കൊണ്ടാകാം. പക്ഷേ എല്ലാ രോഗങ്ങൾക്കും ശമനമുണ്ട്. അതുകൊണ്ട് മതം അനുവദിക്കുന്ന അനുവദനീയമായ ചികിത്സകൾ നിങ്ങൾ നടത്തണം എന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്, പ്രവാചകൻ പഠിപ്പിക്കുന്നത്. ചികിത്സിക്കുക, അതോടൊപ്പം സൃഷ്ടാവിനോട് ദുആ ചെയ്യുക, പ്രാർത്ഥിക്കുക. അതാണ് പറയുന്നത്. അതല്ലാതെ ഹോസ്പിറ്റലിൽ പോകേണ്ട ഒരു ഗർഭിണിയായ സ്ത്രീ പ്രസവിക്കാൻ സമയത്ത് അവൾക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, അതിന് ആധുനികമായ സംവിധാനങ്ങളുണ്ട്, ഡോക്ടറെ കാണിക്കണം, അതിന് അനുവദനീയമായ ചികിത്സ തരണം. ഇത്തരം സംവിധാനങ്ങളൊക്കെ ഇവിടെ ഉണ്ടായിട്ടും എന്തിനാണ് ഇങ്ങനെ റിസ്ക് എടുക്കുന്നത്? ഒരിക്കലും മതം അതിനെ പ്രോത്സാഹിപ്പിക്കുന്നില്ല. അതുകൊണ്ട് ഇത്തരം ദുരന്തങ്ങളുടെ ഒക്കെ ഉത്തരവാദിത്വം ഈ പ്രചാരകർക്കാണ്. അവരിവിടെ അന്ധവിശ്വാസങ്ങളാണ് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കുക. അതുകൊണ്ട് ഒന്നുകൂടെ എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത്, ഈ പ്രചാരണങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്ന മുസ്ലിയാക്കന്മാർക്കെതിരിലും നടപടിയെടുക്കുമ്പോഴേ ഇത്തരം ദുരന്തങ്ങൾ നമ്മുടെ സമൂഹത്തിൽ നിന്ന് നീങ്ങുകയുള്ളൂ എന്നുകൂടെ ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു സത്യം മനസ്സിലാക്കാൻ നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകട്ടെ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.